കടുത്ത വേനലിൽ വെള്ളം ഇല്ലാത്ത ശ്വാസം മുട്ടുന്ന പെരിയാറ്റിലെ വെള്ളം സാമൂഹ്യ വിരുദ്ധർ മലിനപ്പെടുത്തുന്നു. രാത്രികാലങ്ങളിൽ ആറ്റിലിരുന്ന് മദ്യപിച്ച ശേഷം കുപ്പിയും മറ്റും വെള്ളത്തിലേക്ക് വലിച്ചെറിയുന്ന സ്ഥിതി. കുടിവെള്ളക്ഷാമം നേരിടുന്ന തീരദേശവാസികൾ പെരിയാറ്റിലെ വെള്ളത്തെയാണ് ആശ്രയിക്കുന്നത്. ഈ വെള്ളമാണ് സാമൂഹ്യ വിരുദ്ധർ മലിനപ്പെടുത്തുന്നത്. വേനൽ കനക്കുകയാണ്. കുടിവെള്ളമില്ലാതെ ജനം ഇപ്പോൾ തന്നെ വലഞ്ഞു കഴിഞ്ഞു. കുടിക്കാനും കുളിക്കാനും അലക്കാനുമെല്ലാം തീരദേശത്തെ ജനങ്ങൾ ഉൾപ്പെടെ പെരിയാറ്റിലെ വട്ടക്കുഴികളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തെയാണ് ആശ്രയിക്കുന്നത്. ഈ വെള്ളം ഇപ്പോൾ ചില സാമൂഹ്യ വിരുദ്ധർ മലിനപ്പെടുത്തുകയാണ്. രാത്രികാലങ്ങളിൽ പാറക്കെട്ടുകളായി മാറിയ പെരിയാറിനെയാണ് മദ്യപിക്കാൻ മദ്യപ സംഘങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. മദ്യപിച്ച ശേഷം കാലിക്കുപ്പികളും പ്ലാസ്റ്റിക് കവറുമെല്ലാം വട്ടക്കുഴികളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലേക്കാണ് വലിച്ചെറിയുന്നത്. പെരിയാറിൻ്റെ തീരദേശങ്ങളിലും ഇപ്പോൾ പെരിയാർ വറ്റി വരണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പെരിയാറിൻ്റെ തീരങ്ങളിലും ഇവിടെയുള്ള വട്ടക്കുഴികളിലും ഈ പ്രദേശങ്ങളിലെല്ലാം പ്ലാസ്റ്റിക് മാലിന്യവും കുപ്പി മാലിന്യങ്ങളും വളരെയധികം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് ഇതുള്ളത്. ഈ പ്രദേശത്ത് എവിടെ നിന്നാണ് ഇത്രയേറെ മാലിന്യങ്ങൾ വരുന്നതെന്നറിയത്തില്ല. ഒത്തിരി മാലിന്യങ്ങൾ, കുപ്പികളടക്കമുള്ള ഒരുപാട് മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഈ പെരിയാറിൻ്റെ തീരങ്ങളിൽ അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. ഇത് നീക്കം ചെയ്യാനോ നീക്കം ചെയ്യുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കാനോ പഞ്ചായത്ത് അധികൃതരോ മറ്റ് തയ്യാറാകുന്നില്ല. പെരിയാർ സംരക്ഷണം എന്ന് പറഞ്ഞുകൊണ്ട് പെരിയാർ സംരക്ഷണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒട്ടേറെ പദ്ധതികളുണ്ടെങ്കിലും മാലിന്യങ്ങൾ പെരിയാറ്റിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. കുടിവെള്ളമില്ലാതെ വലയുന്ന ഉയർന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളം വിലയ്ക്ക് വാങ്ങി തുടങ്ങി. പെരിയാറ്റിലെ വട്ടക്കുഴികളിൽ നിന്നാണ് വെള്ളം സംഭരിച്ച് ഇവിടേക്ക് എത്തിക്കുന്നത്. സാമൂഹ്യ വിരുദ്ധർ മലിനപ്പെടുത്തുന്ന വെള്ളമാണിവർ കുടിവെള്ളമായി എത്തിക്കുന്നത്. കുടിവെള്ളക്ഷാമം നേരിടുമ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ ഇത്തരം നടപടി അവസാനിപ്പിക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.